നമസ്കാരം. ഇന്ന് നമ്മൾ നാലമ്പല ദർശനത്തിൽ മൂന്നാമത് എത്തുന്ന അമ്പലമായ, അതായത് ഈ കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനത്തിന്റെ പ്രത്യേകതയായിട്ട് ഇവിടെ മൂന്നാമതാണ് ഭരതസ്വാമിയുടെ അമ്പലത്തിൽ എത്തുന്നത്. അപ്പോൾ ഭരതസ്വാമിയുടെ അമ്പലത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് അമനകര എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ഇവിടുത്തെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ പേര് നിർമ്മലൻ എന്നാണ്. വളരെ നല്ല പ്രഭാഷണങ്ങളൊക്കെ നടത്തി പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തോട് നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. നമസ്കാരം, കണ്ടതിൽ വലിയ സന്തോഷം. ഇത് നാലമ്പല ദർശനത്തില് മൂന്നാമത് വരുന്ന അമ്പലമാണ് അല്ലേ? അപ്പോ ഈ അമ്പലത്തെ പറ്റിയും അമ്പലത്തിന്റെ പ്രത്യേകതകൾ, അതുപോലെ നാലമ്പലത്തിന്റെ പൊതുവായിട്ടുള്ള പ്രത്യേകതകളൊക്കെ അങ്ങേക്ക് നല്ലോണം അറിയാമല്ലോ. അതിനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞാൽ. സന്തോഷം. നമസ്കാരം. ചരിത്ര പ്രസിദ്ധവും പുരാണ പ്രസിദ്ധവുമാണ് രാമപുരം എന്ന ഈ ഗ്രാമീണ മേഖല. രാമപുരം എന്ന പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പേരുകൊണ്ടാണ് രാമപുരം എന്ന പ്രശസ്തമായ സ്ഥലം തന്നെ ഉണ്ടായിട്ടുള്ള സ്ഥലനാമത്തിൽ അത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. രാമപുരത്ത് ശ്രീരാമസ്വാമിയും, കൂടപ്പുലത്തെ ലക്ഷ്മണസ്വാമിയും, അമനകരയിൽ ഭരതസ്വാമിയും, മേതിയിൽ ശത്രുഘ്നസ്വാമിയും, ഈ 4 ക്ഷേത്രങ്ങളാണ് നാലമ്പലങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ രണ്ടാമത് ഭരതസ്വാമിയെ തൊഴുന്ന രീതിയാണുള്ളതെങ്കിൽ രാമപുരത്തെ നാലമ്പല ദർശനത്തിൽ മൂന്നാമതാണ് ഭരതസ്വാമിയെ തൊഴുത് ദർശനം കഴിഞ്ഞ് ഭക്തർ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ നാലമ്പലങ്ങളിലൊന്നായി മാറിയ സ്ഥിതിക്ക് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന് ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിന് പുറത്തു നിന്നുമായി ഇവിടെ എത്തിച്ചേരുന്നത്. അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് കൊണ്ട് എല്ലാ വർഷവും ഇത് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കുറഞ്ഞ ദൂരമാണ്. ഓരോ ക്ഷേത്രവും തമ്മിൽ ഏകദേശം ഒരു 3 കിലോമീറ്ററും 2.5 കിലോമീറ്ററും ഇടയ്ക്കാണ് ദൂരം എന്നുള്ളത് കൊണ്ട് കണ്ട് തൊഴുത് ദർശനം നടത്തി വഴിപാടുകൾ നടത്തി പോകുവാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാ ഭക്തജനങ്ങളും വർഷം തോറും ഇങ്ങനെ കൂടി വരുന്ന ഒരു പ്രത്യേകതയുണ്ട്. അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭരണ നിപുണനാണ് ഭരതസ്വാമി എന്നാണ് വളരെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് ഈ ക്ഷേത്ര കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 8 വീട്ടിപ്പിള്ളമാരെ പേടിച്ച് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപ്പുരയിൽ പണ്ട് വേഷപ്രച്ഛന്നായി താമസിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തി നീതി നിർവഹണം നടത്തിയിരുന്നത് ഇവിടുത്തെ ബലിക്കൽപ്പുരയിലായിരുന്നു. അതുകൊണ്ട് ഭരണനിപുണൻ എന്ന പേരിന് അർത്ഥവത്തായ ഒരു ചരിത്രരേഖയും കൂടി ഇക്കാര്യത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. പ്രകൃതി രമണീയമായ ഗ്രാമീണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് കുളിർമയും അതേപോലെ തന്നെ ഈ പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ സൗകര്യമുണ്ട്. ഈ ക്ഷേത്രത്തിന് വളരെ നൂറ്റാണ്ടുകളുടെ പഴക്കം. 4 ക്ഷേത്രങ്ങളും നമുക്ക് നോക്കിയാൽ കാണാം. എല്ലാം ഏതാണ്ട് അതിൻ്റെ നിർമ്മാണ പ്രക്രിയ ഒരുപോലെയാണ്, ആചാരക്രമങ്ങൾ ഒരുപോലെയാണ്. വളരെ സവിശേഷതകളുള്ള ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഓരോരുത്തർക്കും അവർക്ക് അവരുടേതായ ഭക്തി പുരസ്സരമായി ഇവിടെ വന്നെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അവരുടേതായ നിരവധി അനുഭവങ്ങൾ ഇവിടെയുണ്ട്. പുത്രദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക് അനബദ്ധതാ ദുഃഖം അനുഭവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുഃഖമാണ്. കുട്ടികളില്ലാത്ത ദമ്പതിമാർ ഇവിടെ പ്രാർത്ഥിച്ച് നാലമ്പല ദർശനം നടത്തി ഭരതസ്വാമിയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച് കുട്ടികളുണ്ടായ ധാരാളം സംഭവങ്ങൾ ഇവിടുത്തെ വിസിറ്റേഴ്സ് ഡയറിയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെ അത്ഭുതകരമായി നമുക്ക് തോന്നും. ഇത് അനുഭവമാണ്. ഇങ്ങനെ ഭരതസ്വാമിയുടെ ഇവിടുത്തെ പ്രധാന വഴിപാട് ശംഖുപൂജയാണ്. ശംഖ ചക്ര ഗദാപത്മങ്ങളിൽ ശംഖാണ് ഭരതസ്വാമിയെ അവതരിച്ചത് എന്ന സങ്കല്പത്തിൽ ശംഖുപൂജയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശംഖ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന വഴിപാടാണ്. ആ വഴിപാടിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ മേശാന്തിയിൽ നിന്ന് പ്രസാദവും തീർത്ഥവും തന്ന് അതുമായിട്ടാണ് ഭക്തർ മടങ്ങുന്നത്. അങ്ങനെയുള്ള അനുഭവസ്ഥരായ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും നാലമ്പല ദർശനത്തിന് കർക്കിടക മാസത്തിൽ, രാമായണ മാസമായി ആചരിക്കുന്ന കർക്കിടക മാസത്തിൽ ഇവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് വീണ്ടും ധാരാളം ആളുകൾ വരുവാനുള്ള പ്രേരണ. അതുകൊണ്ടാണ് ധാരാളം സെലിബ്രിറ്റീസ് പോലും ഇപ്പോൾ VIP-കളായിട്ടുള്ള ആളുകൾ, മന്ത്രിമാർ, MLA-മാർ, MP-മാർ, അത് രാഷ്ട്രതന്ത്രജ്ഞന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ അടക്കം നിരവധി ആളുകൾ ഈ ക്ഷേത്രങ്ങളിൽ വന്നു പോകുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. ഇവിടെ വന്നു പോയിട്ടുള്ള ഓരോരുത്തരും അതിനുശേഷം വീണ്ടും അവർ അഭിവൃദ്ധിയിൽ എത്തിച്ചേർന്ന നിരവധി സംഭവങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ വരുന്നവരുടെ പ്രാധാന്യവും ഈ ക്ഷേത്രത്തിൻ്റെ ശക്തിയും ഈ ക്ഷേത്രത്തിൽ തൊഴുത വഴിപാടുകൾ കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളും പ്രത്യേകതയാണ്. ധാരാളം കലാകാരന്മാരുള്ള ഒരു നാടാണ് അമനകര. കര എന്ന് വള്ളിപുള്ളി വിസർഗമില്ലാതെ എഴുതിയാൽ കിട്ടുന്നതാണ്. ഭരതകര എന്നായിരുന്നു പണ്ട് പേര് എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഒരു ഐതിഹ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. 5 മനകളുള്ള നാട് എന്ന അർത്ഥത്തിലാണ് ഐമനകര പതുക്കെ ലോപിച്ചാണ് അമനകര ആയത് എന്നും പറയുന്നു. 2 നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചരിത്രപരമായ പശ്ചാത്തലം ഇതൊക്കെയാണ്. അതുകൊണ്ട് ഭക്തി പുരസ്സരം ഇവിടെ വരുന്ന ആളുകൾ കഴിക്കുന്ന എല്ലാ വഴിപാടുകൾക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ഭക്തരെയും
സഹർഷം ഈ ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് നാലമ്പല ദർശനത്തിനും അതുപോലെ ഭരതസ്വാമിയുടെ തിരുസന്നിധിയിലേക്കും എത്തിച്ചേരുവാൻ സവിനയം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. മീനൂട്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. വരുന്ന ഭക്തർക്കെല്ലാം മീനൂട്ട് നടത്താൻ ഈ ക്ഷേത്രക്കുളത്തിൽ, പരിപാവനമായ ക്ഷേത്രക്കുളത്തിൽ നടത്താനുള്ള സൗകര്യമുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം, ഹരി ഓം.